മൈ ബിലവഡ് പ്രോഫിറ്റ് ആക്ടിവിറ്റി ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി ഇതിലൊരു പാരൻസ് ഗൈഡ് ഉണ്ട്. അതിനകത്ത് ഒരു ആക്ടിവിറ്റി എങ്ങനെ ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കില്ല് കുട്ടികൾക്ക് ലഭിക്കും, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ടുണ്ട്. അത് അനുസരിച്ചാണ് ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഹിജറ റൂട്ട്, പിന്നെ നമ്മുടെ കോർ ബോർഡ്, കുട്ടികൾ സുന്ന പ്രാക്ടീസ് ചെയ്യാനുള്ളത്, പിന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അദ്കാറുകൾ, സ്വലാത്ത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു മന്ത്ലി കലണ്ടർ, പ്രധാനപ്പെട്ട സ്വഹാബികളുടെ ഒരു ചാർട്ട്, പിന്നെ നബിതങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഫാമിലി ട്രീ, അങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ് ഉള്ളത്. ഇതിൽ ഓരോ ഷീറ്റിലും വെൽക്രോ ഉണ്ട്. ആ വെൽക്രോയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകളാണ് പിന്നെ നമ്മൾ ഓരോ ബോക്സിലാക്കിയിട്ട് ഓരോ കവറിലാക്കി നൽകിയിട്ടുള്ളത്. അത് ഓരോന്നും മനസ്സിലാക്കി പാരൻസ് കുട്ടികൾക്ക് വെച്ച് കൊടുക്കണം. എല്ലാ ആക്ടിവിറ്റി ഒരുമിച്ച് കൊടുക്കരുത്, ഓരോന്നും ഓരോ ഘട്ടമായി കൊടുക്കണം. പിന്നെ ഇതിൽ 2 കവറിലായിട്ട് സ്വലാത്ത് ട്രാക്കറിൽ ഉപയോഗിക്കേണ്ട 2 ഗിഫ്റ്റുകളുണ്ട്. നമ്മൾ ഓരോന്നും പരിശോധിക്കാം. ആദ്യമായിട്ട് ഫാമിലി ട്രീ. ഫാമിലി ട്രീയിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കുട്ടികൾക്ക് പ്രവാചകരുടെ ഫാമിലിയെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ ഒറ്റ ഫ്രെയിമിനകത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. മാത്രമല്ല ഇതിൽ 4 ഷേപ്പുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കിള്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, പിന്നെ സ്ക്വയർ. അപ്പോൾ കുട്ടികൾക്ക് ഈ ഷേപ്പുകൾ റെക്കഗ്നൈസ് ചെയ്യാനും ആ ഷേപ്പ് മനസ്സിലാക്കി ഓരോന്ന് വെക്കാനും കുട്ടികൾക്ക് കഴിയുന്നതാണ്. അതായത് സർക്കിളിലാണ് നബിതങ്ങളുടെ മക്കളെ മുഴുവൻ കൊടുത്തിട്ടുള്ളത്, സ്ക്വയറിലാണ് നബിതങ്ങളുടെ ഭാര്യമാരുടെ പേരുകളുള്ളത്, റെക്റ്റാങ്കിളിലാണ് നബിതങ്ങളുടെ പാരൻസിൻ്റെ പേരുള്ളത്, അതുപോലെ ട്രയാങ്കിളിലാണ് നബിതങ്ങളുടെ ഗ്രാൻഡ് ഫാദറുടെ പേരുള്ളത്. അപ്പോൾ ഈ നൽകിയിട്ടുള്ള സ്റ്റിക്കർ മുഴുവൻ വെച്ച് കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് കൃത്യമായൊരു ചിത്രം ലഭിക്കും. ഇത് എല്ലാ ആക്ടിവിറ്റിയും ഒരുമിച്ച് കൊടുക്കരുത്. ഒരു ഷേപ്പ് ഒരു ദിവസം കൊടുക്കുക. ആ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിലെ മുഴുവൻ പേരുകളും പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ദിവസം അടുത്ത ഷേപ്പ് കൊടുക്കാവൂ. അപ്പോഴേ കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പഠനം എന്നുള്ള പറയുന്ന സംഭവങ്ങൾ നടക്കും. നമ്മൾ ഈ ആക്ടിവിറ്റി ബോക്സിൻ്റെ അതിലൂടെ കുട്ടികൾക്ക് ഒരു 65-70ഓളം നോളജ് അബൌട്ട് ദി പ്രോഫിറ്റ് കുട്ടികൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചത് നമുക്ക് വീണ്ടും പരിച്ചു വെക്കാവുന്നതാണ്. വീണ്ടും ആക്ടിവിറ്റി അങ്ങനെ ചെയ്ത് ഒരു 5-6 തവണ കുട്ടി ഈ ആക്ടിവിറ്റി ചെയ്യുന്നതോടുകൂടി കൃത്യമായൊരു ചിത്രം പ്രവാചകനെക്കുറിച്ച് ലഭിക്കും. ഈ വെൽക്രോ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ വീണ്ടും അത് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാനും ഒട്ടിക്കാനും സ്റ്റിക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതുപോലെ ഒരു ഫാമിലി ട്രീ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുട്ടിയോട് ആവശ്യപ്പെടാവുന്നതാണ്. രണ്ടാമത്തെ നബിതങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ നമ്മൾ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ വായിച്ച് ഇതിൽ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നൊരു സ്കില്ല് കൂടി കുട്ടിക്ക് വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് മനസ്സിലാക്കിയിട്ട് അതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ചിത്രം, അതുതന്നെ കൃത്യമായ ചിത്രം ഏതാണോ അതോടെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കുട്ടിക്കൊരു ജിയോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടുതലുണ്ട്. മൂന്നാമത്തെ ആക്ടിവിറ്റി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ദ 10 കമ്പാനിയൻസ്, സ്വർഗവാഗ്ദാനം ചെയ്യപ്പെട്ട 10 കമ്പാനിയൻസിന് അത് ട്രെയിൻ മോഡലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അറബിക്കിൽ ന്യൂമറിക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അറബിക് നമ്പേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂമറിക്സ് ഉണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് ഒന്ന് അറബിക്കിൻ്റെ ഏതാണെന്ന് മനസ്സിലാക്കി ഇതിലെ ഈ സ്റ്റിക്കർ എടുത്ത് കൃത്യ സ്ഥലത്ത് ഒട്ടിക്കാൻ കുട്ടികൾക്ക് സാധിക്കും. അപ്പോൾ 10 അറബ് നമ്പേഴ്സും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 10 സ്വർഗവാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളെ മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് സൈലഫോൺ മെത്തേഡിൽ ചെയ്തിട്ടുള്ള ഈ നബിതങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അടിയിൽ നമ്മൾ നബിതങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ പ്രായം കൊടുത്തിട്ടുണ്ട്, ഏത് വയസ്സാണ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒട്ടിക്കേണ്ടത് ആ വയസ്സിൽ സംഭവിച്ചിട്ടുള്ള ആ പ്രധാനപ്പെട്ട സംഭവം ഏതാണ്, ഈവൻ്റ് ഏതാണെന്നുള്ളതാണ്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും പോകുന്നു എന്നുള്ളത്. അതിന് പുറമെ കളർ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. അതേ സെയിം കളറിൽ തന്നെ എടുത്തൊട്ടിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് കൃത്യമായ ആ സംഭവം പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒരുമിച്ച് കൊടുക്കണമെന്നില്ല. ഒരു ദിവസം 2 കളർ കൊടുക്കാം. 2 കളർ കൃത്യമായ സ്ഥലത്ത് ഒട്ടിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് ആ വയസ്സിൽ ഇന്ന സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ആക്ടിവിറ്റി മൈ സുന്ന പ്രാക്ടീസ് ചാർട്ടാണ്. ഇത് വളരെ കുട്ടിയുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഞങ്ങൾ തന്നിട്ടുള്ള ഈ മാർക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം കുട്ടിയെ അത് ചെയ്തെങ്കിൽ അത് ടിക്ക് അടിപ്പിക്കാം. അത് തന്നെ മായ്ക്കാനും എറേസ് ചെയ്യാനും നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അത് നിരന്തരമായി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലേക്ക് പോകും. 41 ദിവസം ഈ ഹാബിറ്റ് കുട്ടി ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ 41 ദിവസം ചെയ്യുന്നതോടുകൂടി ഒരു ഹാബിറ്റ് ഇത് വളർത്താനും സാധിക്കും. അടുത്തൊരു ആക്ടിവിറ്റി ഹിജ്റ റൂട്ടാണ്. അപ്പോൾ ഈ ഹിജ്റ റൂട്ട് ഒരു മെയ്സ് ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ
ഒരു 5 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ജംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഹിജാർ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടി കുട്ടി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ ആ കളർ നോക്കിയിട്ട് അത് ഏത് സ്ഥലമാണെന്ന് കുട്ടിയെ ഐഡൻറ്റിഫൈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഒന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ സിദ്ദീഖുള്ളാൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, മദീനത്ത് അവസാനിക്കുന്നു. മറ്റൊന്ന് ഡ്രോ ആൻഡ് മാച്ചാണ്. ഇപ്പോൾ നബിതങ്ങളുടെ പള്ളി മസ്ജിദ് ഏതാണ്, അപ്പോൾ അതിനോട് അതേ മാച്ച് ചെയ്യുന്ന ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. കേഴ്സീവ് റൈറ്റിംഗ് കൂടി കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നുള്ളൊരു സ്കില്ല് കൂടി ഇതിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടിയുടെ റൈറ്റിംഗ് കപ്പാസിറ്റി വളർത്താൻ പറ്റും. മറ്റൊന്ന് സ്വലാത്ത് ട്രാക്കറാണ്. സ്വലാത്ത് ട്രാക്കർ 1 മാസത്തെ കലണ്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കുട്ടി ഒരു ദിവസത്തെ സ്വലാത്ത് ചെല്ലുന്നു, ടിക്ക് ഇടുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു മാസം പൂർത്തിയാക്കുമ്പോൾ കുട്ടിക്ക് 3 സമയങ്ങളിലായിട്ട് അച്ചീവ്മെൻറ്റ് ഡേ ഉണ്ട്. അതിൽ ഗിഫ്റ്റ് കൊടുക്കണം. 2 ഗിഫ്റ്റ് ഈ ബോക്സിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് കുട്ടിയെ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഗിഫ്റ്റ് പാരൻറ്റ് കൊടുക്കണം, നല്ല ഗിഫ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോ മാസം കുട്ടി സ്വലാത്തിൽ എന്നൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും അത് കുട്ടിയുടെ ഹാബിറ്റായി വളർത്താൻ പറ്റും. അവസാനമായി മെമ്മറി ഗെയിമാണ്. കുട്ടിയുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിം ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഇതേപോലെ മെയ് ആൻഡ് മൈക്രസിൻ്റെ ലോഗോ മുകളിലേക്ക് ആവുന്നത് പോലെ വെക്കുക, അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുക. എന്നിട്ട് കുട്ടി ഒരു സംഭവം എടുക്കുന്നു, അതിനോട് മാച്ച് ചെയ്യുന്ന കാർഡായിരിക്കണം അടുത്തെടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ കുട്ടി കൃത്യമായിട്ട് ഒരു പോയിൻ്റ് ലഭിക്കുന്നു. ഇത് ഒന്നെങ്കിൽ പാരൻറ്റ് മദർ കുട്ടിയോ അല്ലെങ്കിൽ ഫാദർ ആൻഡ് കുട്ടിയോ അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിൽ പരസ്പരം കളിക്കാവുന്ന ഒരു ഗെയിമാണ്.